ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ്റെ അകത്ത് എഡിറ്റ് ഓപ്ഷനാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമുക്ക് നേരെ ഡിലീറ്റ് ഓപ്ഷൻ്റെ അകത്തേക്ക് കിടക്കാം. സോ അതിനുവേണ്ടി ഞാൻ നേരത്തെ ഒരു എ ടാഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കൊരു പോപ്പപ്പ് ബോക്സിൻ്റെ ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ ബൂട്ട് സ്ട്രാപ്പിൻ്റെ മോഡൽ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് ഈസി ആയിട്ട് ഈ ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തു നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകുവാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാനും സേവ് ചേഞ്ചസിനുള്ള 2 ബട്ടണുണ്ട്. സേവ് ചേഞ്ചസ് നമുക്ക് ഡിലീറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്തു നിന്ന് ഈ തന്നിരിക്കുന്ന ഡിവിൻ്റെ അകത്ത് വരുന്നത് കോപ്പി ചെയ്തെടുക്കുവാണ്. ഇത് നമുക്ക് നേരെ നമ്മളുടെ welcome.phpയുടെ അകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കൊണ്ടുപോയിട്ടത് ആ ഓപ്പൺ ചെയ്ത് വരുന്ന ആ പോപ്പപ്പ് ബോക്സിൻ്റെ ഡിസൈനാണ്. ഇനി നമുക്ക് വേണ്ടത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ബട്ടൻ്റെ അകത്തുള്ള കോഡ് നമുക്കിനി കോപ്പി പേസ്റ്റ് ചെയ്യണം. സോ ഡാറ്റ എറ്റക്കിൾ ആൻഡ് ഡാറ്റ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു 2 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണാം. അത് രണ്ടും കോപ്പി ചെയ്ത് നമ്മുടെ എ ടാഗിൻ്റെ അകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതായത് ഡിലീറ്റിൻ്റെ ഓപ്ഷന് വേണ്ടി ഒരു എ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പോപ്പപ്പ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വരുന്ന പോപ്പപ്പ് ബോക്സിൻ്റെ അകത്തൊരു ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കണം. ആ ഡിലീറ്റ് ഓപ്ഷൻ ഒരു ഫോമിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. സോ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോമിൻ്റെ അകത്താണ് ഈ ബട്ടൺ വരേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഫോമിൻ്റെ അകത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ഒരു PHP കോഡിൻ്റെ അകത്ത് ജസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു എക്കോ മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ ബട്ടൺ വർക്ക് ആവുന്നില്ല. ആൻഡ് നമ്മുടെ ആ 2 ബട്ടൺ കിടക്കുന്നതും ഡിസൈൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 2 ബട്ടണും ഈ ഫോമിൻ്റെ അകത്താക്കി കൊടുത്തു നോക്കാം. ഡിസൈൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഡിസൈൻ കറക്റ്റ് ആക്കാം നമുക്ക്. ഓക്കെ, ഡിസൈൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ബട്ടൺ വർക്ക് ആവുന്നില്ലല്ലോ, അപ്പോൾ നമുക്കൊരു ഇൻപുട്ടായി സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണില്ലേ, നമുക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ബട്ടൺ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസൈനും കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളുടെ PHP കോഡിൻ്റെ അകത്തേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ കണക്ഷൻ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് വെയർ കണ്ടീഷൻ്റെ അകത്ത് ID യുടെ ആവശ്യമുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ
പോപ്പ് ബോക്സ് കൊണ്ട് ഇട്ടിരിക്കുന്നത് വൈൽ ലൂപ്പിൻ്റെ പുറത്താണ്. സോ ഞാനപ്പോൾ ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഈ പോപ്പ് ബോക്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്. നമുക്കതിൻ്റെ അകത്തൊരു എറർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ നമ്മൾ 2 വട്ടം കോൺഫിഗിൻ്റെ ഫയൽ കോൾ ചെയ്തിട്ടുണ്ടായി. പിന്നെ എറർ വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ റീസൺ നമ്മളിവിടെ കോഡ്സിൻ്റെ അകത്തല്ല കണക്ഷൻ കോൾ ചെയ്തത്, ജസ്റ്റ് കോൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എറർ മാറിയിട്ടുണ്ട്. ഇതിൽ എയർ കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ ID വെച്ചാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അത് ഹിഡൻ ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ IDയുടെ വാല്യൂ പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ ഡാറ്റ പ്രിൻ്റ് ചെയ്യുമ്പോഴും ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്തേക്ക് ഈ ഓരോ ഡാറ്റയുടെയും ID കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ID വെച്ചായിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്തേക്ക് ഈ ID കയറി വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വാല്യൂ എന്ന് പറഞ്ഞ് ഈ ID കോൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ IDയുടെ വാല്യൂ നമുക്ക് അതിനകത്ത് കിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് വരുന്ന വാല്യൂ ആണ് ഈ ID എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ID ആയിരിക്കും വെയർ കണ്ടീഷൻ്റെ അകത്ത് വരുന്നത്. ഇതിപ്പോൾ റൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഡാറ്റയും കൂടെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കോഡിൽ ഒരു മിസ്റ്റേക്കും കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഡിലീറ്റ് സ്റ്റാർ വേണ്ട, ജസ്റ്റ് ഡിലീറ്റ് ഫ്രം ടേബിൾ വെയർ കണ്ടീഷൻ അത്രയേ ഉള്ളൂ, സ്റ്റാർ ഇല്ല. നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റ ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ സെക്ഷൻ ഉൾപ്പെടെ നമ്മൾ പഠിച്ചത് ഇൻസേർഷൻ പഠിച്ചു, എഡിറ്റ് പഠിച്ചു, ഇന്ന് ഡിലീറ്റ് നോക്കി. ഈ തന്നിരിക്കുന്ന സെഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കൊടുക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ടൈം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ കമൻസും ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ദിസ് ഈസ് ശ്രീപ്രിയ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.